പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂൺ മാസം 30 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വേഗത്തിൽ ചില നന്മകൾ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം അതിന്റെ 8 വാക്യം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് പറയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വേഗത്തിൽ ചില നന്മകൾ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നാളുകളായിട്ടൊരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ വേണ്ടി ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരു സൗഖ്യമില്ലാതെ നാളുകളായി കിടക്കയിൽ കിടക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ വചന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ വർഷങ്ങളായി നിൽക്കുന്ന രോഗത്തെ ജയിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുന്നതുകൊണ്ട് നിങ്ങളുടെ അകമയും പുറമേയും വന്ന് നിൽക്കുന്ന മുറിവുകൾ മനുഷ്യൻ മുറിച്ചതുണ്ടാകാം. ജീവിതത്തിനകത്ത് രോഗമായി മുറിവ് ഉണങ്ങാതെ നിൽക്കുന്നവരുണ്ടാകാം. പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗമൊക്കെ ആയിട്ട് മുറിവുകൾ ഉണങ്ങാതെ ശ്രദ്ധിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടാകാം. ഇതാ, വേഗത്തിൽ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുകയും നിനക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, വേഗത്തിൽ സൗഖ്യം വരാൻ പോവുകയാണ്. രണ്ടാമത്തെ വിഷയം, നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് വേഗത്തിൽ ഒരു മറുപടി വരാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? 8 വാക്യം, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, നാളുകളായി ദൈവസന്നിധിയിൽ കരയുന്ന, നാളുകളായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് വേഗത്തിൽ ഒരു മറുപടി ദൈവം തരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന എത്ര പേരുടെ കൂടെ ചേർന്ന് പറയും, ഇതെൻ്റെ മറുപടിയുടെ ദിവസമാണ്. എൻ്റെ കർത്താവ് വേഗത്തിൽ ഒരു മറുപടി എൻ്റെ ജീവിതത്തിൽ തരികയാണ്. അതേപോലെ തന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത്, വേഗത്തിൽ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കാൻ പോവുകയാണ്. നാളുകൾ മുമ്പോട്ട് പോകാൻ കഴിയാതെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെ ജോലിക്ക് ശ്രമിച്ചിട്ട് ഒരു വിടുതലില്ല, വിവാഹത്തിന് നോക്കിയിട്ട് ഒരു വിടുതലില്ല, തലമുറയിൽ ഒരു വിടുതലില്ല, കുടുംബത്തിൽ ഒരു വിടുതലില്ല, ബിസിനസ്സിൽ ഒരു വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധിച്ചാട്ടെ, വേഗത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ട്രയിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. ഉടനെ ഫറവോൻ ആളെ അയച്ചു, വേഗത്തിൽ
യോസെഫിനെ കുണ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഒരു പുതിയ മനുഷ്യനായി ഇതാ യോസെഫ് ഫറവോന്റെ മുമ്പിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കണം. ഉടനെ ഫറവോൻ ആളെ അയച്ചു. മന്ത്രിമാരോടോ താഴെ നിൽക്കുന്നവരോടോ ഫറവോൻ പറയാണ് യോസെഫിനെ വേഗത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മന്ത്രിമാർ പറയാം, ഞങ്ങൾ അന്വേഷിക്കട്ടെ, നോക്കട്ടെ എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളുകളായി പെൻഡിങ് കിടക്കുന്ന ആ ജോലിയിൽ വേഗത്തിൽ നിങ്ങൾക്കൊരു വിടുതൽ വരാൻ പോവുകയാണ്. നാളുകളായിട്ട് അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്ന തലമുറയ്ക്ക് വേഗത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. വേഗത്തിൽ ആ വിവാഹം ഉറയ്ക്കാതെ നിൽക്കുന്നവർക്ക് വേഗത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വേഗത്തിൽ എന്നുള്ള പദം സ്വീകരിക്കുവാൻ തയ്യാറാകും? കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വേഗത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. അങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നവരോട് വിളിച്ചു പറയുകയാണ്, പത്രോസിനെ കാരാഗ്രഹത്തിൽ ഹെരോദാവ് പൂട്ടിയിരിക്കുകയാണ്. അടുത്ത ദിവസം യാക്കോബിനെ കൊന്നതുപോലെ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. 3 വാതിലുകളാണ് അവന്റെ മുമ്പിൽ അടച്ചിരിക്കുന്നത്. 1-ാം കവാടം, 2-ാം കവാടം, പട്ടണത്തിന്റെ ഇരുമ്പ് വാതില്. പത്രോസിന്റെ കാരാഗ്രഹത്തിന് മുമ്പിൽ 16 ചേവകർ കാവൽ നിൽക്കുകയാണ്. 16 പടയാളികൾ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും ബലത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന, ഇത്രയും ബലത്തിൽ ബന്ധിച്ചിരിക്കുന്ന പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ദൂതനിറങ്ങി അവനെ തട്ടി വിളിച്ചിട്ട് വേഗത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം ഇനി ഒരിക്കലും സാധ്യമല്ല, ഇനി ഒരിക്കലും ചെല്ലാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും ആ വാതിൽ തുറക്കത്തില്ലെന്ന് പറയുമ്പോൾ വേഗത്തിൽ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയണം. എൻ്റെ ദൈവം എൻ്റെ അരാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോവുകയാണ്. അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, സൗഖ്യം വരികയാണ് വേഗത്തിൽ. രണ്ടാമത്, പ്രാർത്ഥനയിൽ വേഗത്തിലൊരു മറുപടി വരികയാണ്. മൂന്നാമത്, വേഗത്തിൽ ഒരു വിടുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുകയാണ്. നാലാമത്തെ ചിന്ത, വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, അപ്പൻ തന്റെ ദാസന്മാരോട് വേഗത്തിൽ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വ്യക്തമായി വചനത്തെ സ്വീകരിച്ചു. തകർന്നു പോയ, ഇനി വഴിയില്ലെന്ന് പറഞ്ഞ, മുമ്പോട്ട് പോകാൻ ഇനി ഒരു മാർഗവുമില്ല, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര മാറ്റം എൻ്റെ ദൈവം തരുവാൻ പോവുകയായി. പ്രഭാതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. വേഗത്തിൽ ഇതാ ദൈവം അല്ലെങ്കിൽ പിതാവ് പറയുകയാണ്, ഇവന്റെ മേളിലേക്ക് ഒരു മേൽത്തരമായ അങ്കി കൊണ്ട് പുതയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തന്നെ വലിയൊരു മാറ്റം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കർത്താവ് നിങ്ങളെ ആൾ മാറിയവരെ പോലെ ആക്കാൻ പോവുകയാണ്. ഞാനിത് വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനിത് പ്രസംഗിക്കുകയാണ്. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന വേഗത നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര മാറ്റം കൊണ്ടുവരാൻ പോകും. പ്രത്യേകിച്ച് മിനിസ്റ്റർ ചെയ്യുന്നവർ, ദൈവവേല ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സുവിശേഷത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവവചനം വേഗത്തിൽ വ്യാപിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും. ഈ വചനത്തിന്റെ ആഴം, നമ്മുടെ അടുക്കലേക്ക് കർത്താവിന്റെ വചനം എത്തിയതുപോലെ ദൈവത്തിന്റെ വചനം വേഗത്തിൽ വ്യാപിക്കുവാനും ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായിട്ടും. എന്നെ കേൾക്കുന്നവരെ, സുവിശേഷം വ്യാപിക്കുവാനായിട്ട് എത്രവർ ആഗ്രഹിക്കുന്നു? ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ആഗ്രഹിക്കുന്നവർ, നമ്മുടെ മിനിസ്ട്രിയിൽ, നാം ആയിരിക്കുന്ന ചർച്ചിൽ സുവിശേഷം വ്യാപിക്കേണ്ടതിനായിട്ട്, സഭയിൽ വലിയ ജനപ്പെരുപ്പം ഉണ്ടാകേണ്ടതിനായിട്ട്, വലിയ ദൈവപ്രവർത്തിക്കായി നമുക്ക് ആഗ്രഹിക്കാം. ഒറ്റ വാക്യം കൊണ്ട് ഇതിനെ ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം, അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തെ ഒന്ന് സ്വീകരിച്ചേ. ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. സുവിശേഷം പരക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി തീരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ അവസാന മിനിറ്റിൽ ഹൃദയത്തിനകത്തൊന്ന് പറഞ്ഞു, വേഗത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, വേഗത്തിൽ ചില നന്മകൾ കാണാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, വേഗത്തിൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നു, വേഗത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുന്നു. കർത്താവേ, എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ തടസ്സങ്ങൾ മാറി വേഗത്തിൽ നന്മകൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആരാധനകൾ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.